കൂട്ടുകാരെ, ഞാൻ പറയാൻ പോകുന്നത് സൂര്യപുത്രനായ കർണന്റെ കഥയാണ്. കർണൻ സൂര്യപുത്രനായി ജനിച്ചെങ്കിലും സൂതപുത്രനായിട്ട് വളരേണ്ടി വന്ന ഒരു ഹതഭാഗ്യനായിരുന്നു. ആ ഹതഭാഗ്യനായ വ്യക്തിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കുന്തി ദേവിക്ക് ദുർവാസാവ് മഹർഷി ഒരു മന്ത്രം പറഞ്ഞു കൊടുത്ത്, ആ മന്ത്രം ഉണ്ടല്ല 3 തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഏത് ദേവനെ വിചാരിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവന്റെ പുത്രനെ പ്രാപ്തമാകുമെന്നായിരുന്നു ആ കുന്തിദേവിയുടെ അടുത്ത് ദുർവാസാവ് മഹർഷി പറഞ്ഞത്. അങ്ങനെ കുന്തിദേവി ആ മന്ത്രം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. മന്ത്രം എത്രത്തോളം ശക്തി ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. അങ്ങനെ 3 പ്രാവശ്യം ഈ മന്ത്രം പ്രാർത്ഥിക്കുമ്പം ആകാശത്ത് നിന്ന് സൂര്യൻ പ്രത്യക്ഷമാവും, സൂര്യഭഗവാൻ പ്രത്യക്ഷനാവും. അങ്ങനെ സൂര്യഭഗവാൻ വന്നിട്ട് പറയും, നമ്മുടെ പുത്രൻ അജയനായിത്തീരുന്നതാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ ധനുർധാരിയായി മാറും, അവനെ കർണൻ എന്ന നാമധേയത്തിൽ എല്ലാവരും അറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിദേവിക്ക് ആശീർവദിച്ചുകൊണ്ട് സൂര്യഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകും. അതിനുശേഷം കുന്തി മാതാവിനെ ഈ പുത്രനെ വീട്ടിൽ കൊണ്ടുപോകാനും വളർത്താനും പറ്റത്തില്ല. കാരണം കുന്തി മാതാവ് ഒരു കന്യകയായിരുന്നു, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാജാവായ കുന്തിയുടെ അച്ഛൻ, കുന്തിയുടെ പിതാവ് അത് സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു ഘട്ടം വരുന്നതുകൊണ്ട് കുന്തി മാതാവ് പെട്ടെന്ന് കർണനെ പുഴയിൽ നിന്ന് ഒഴുക്കി വിടാൻ വേണ്ടി തീരുമാനിക്കും, പുഴയിൽ കൂടെ ഒഴുക്കി വിടാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഒരു ചെറിയ കൊട്ടക്കകത്ത് ഒരു തുണിയൊക്കെ വെച്ച് അതിൻ്റെ പുറത്ത് കിടത്തിയിട്ട് ഒഴുക്കി അങ്ങ് വിടും. നമ്മളുടെയൊക്കെ ചില അമ്മമാരും മക്കളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടില്ല, ചില അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിച്ച് പോകും പോലെ. അത് തന്നെയാണ് കുന്തിയും ചെയ്തത്. കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിലായ മുമ്പുണ്ടായ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒഴുക്കി അങ്ങ് വിടും. അപ്പോൾ അങ്ങനെ ഒഴുകിപ്പോകുന്ന കുന്തിയുടെ ഈ പുത്രൻ കർണൻ അതിരഥൻ്റെ അടുത്ത് ചെല്ലും. അങ്ങനെ അതിരഥന് ആ ഒരു പുഴക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്ന അതിരഥനെ ഈ പുത്രനെ കിട്ടും. അങ്ങനെ ഈ സൂര്യഭഗവാന്റെ പുത്രനായ കർണനെ അതിരഥൻ കൊണ്ടുപോയി രാധേയനെന്ന് പേര് കൊടുത്തുകൊണ്ട് രാധേയനായിട്ട് വളർത്തും. അപ്പം രാധമ്മയുടെയും അതിരഥൻ്റെയും പുത്രനായിട്ട് കർണൻ വളർന്നു വലുതാവും. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം രാജകൊട്ടാരത്തിലേക്ക് പാണ്ഡു മഹാരാജാവ് വിവാഹം കഴിച്ചതിന് ശേഷം പാണ്ഡു മഹാരാജാവും കുന്തി ദേവിയും കൂടെ രാജ്യത്തിലേക്ക് വരുവാണ് പ്രജകളെ കാണാൻ വേണ്ടി. അപ്പം ഈ കർണൻ അന്നേരം അസ്ത്രങ്ങൾ വിട്ടുകൊണ്ട് കമലപുഷ്പങ്ങളെ വർഷിച്ചുകൊണ്ടുള്ള ഒരു അസ്ത്രം വിടും. അങ്ങനെ കമലപുഷ്പങ്ങൾ കുന്തിദേവിയുടെ ദേഹത്ത് അതുപോലെ പാണ്ഡു മഹാരാജാവിൻ്റെ കാൽക്കലുമൊക്കെ ചെന്ന് വീണ് അവരെ അഭിഷേകം ചെയ്യും. അങ്ങനെ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് കർണൻ്റെ അസ്ത്രങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഇത് ചെയ്തത് ആരാണെന്ന് മനസ്സിലാകത്തില്ല. കർണനെ അപ്പം ആരാണ് ഈ അസ്ത്രവിദ്യ ചെയ്തത് ആ ആൾ വരാൻ വേണ്ടി പറയുമ്പോൾ കർണനെ അങ്ങോട്ട് കൊണ്ടുപോകാതെ കർണൻ്റെ പിതാവായ അതിരഥൻ അവിടുന്ന് കർണനെ വളർത്തുപിതാവായ കർണൻ്റെ അതിരഥൻ എന്ന് പറയുന്ന അച്ഛൻ കർണനെ പിടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. അങ്ങോട്ട് വിടത്തില്ല. കാരണം സൂതപുത്രന് ഇതുപോലെ ധനുർവിദ്യ കാണിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാർ വല്ലതും ചെയ്യുമോ എന്നൊക്കെ പേടിച്ച് അതിരഥൻ പുത്രനെ അവിടുന്ന് മാറ്റും. അങ്ങനെ പുത്രനെ കൊണ്ട് പോകും. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം കർണന് ധനുർവിദ്യ പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നും. അങ്ങനെ കർണൻ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഒരു ഏറ്റവും അവസാനം ഒരു ഗുരുവിൻ്റെ അടുത്തെത്തും. അപ്പോൾ ആ ഗുരു പറയും, എനിക്ക് അസ്ത്രവിദ്യകളൊന്നും അറിയത്തില്ല, ഞാൻ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അസ്ത്രവിദ്യകളൊന്നും അറിയത്തില്ല, ഞാൻ ചെറിയൊരു മൃഗയ എന്ന് പറയുന്നൊരു കല മാത്രമാണ് പഠിപ്പിക്കുന്നത്, അത് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു കലയാണ്, അത് പഠിച്ചാൽ മതിയാ പുത്രാന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്കതല്ല പഠിക്കേണ്ട ഗുരുദേവ, എനിക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അസ്ത്രശസ്ത്രവിദ്യകളാണ് പഠിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അതിന് അനുയോജ്യനായിട്ടൊരു വ്യക്തി എന്ന് പറയുന്നത് ഋഷഭ നദീ തീരത്ത് ദ്രോണാചാര്യർ എന്ന് പറയുന്നൊരു ഗുരുവുണ്ട്. ആ ഗുരുവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും അറിവ് പകർന്നു തരുമെന്ന് പറയും. അങ്ങനെ ഗുരുദേവനായ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് കർണൻ പോവുകയാണ്. ആ സമയം അർജുനനെ അവിടെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർജുനൻ്റെ അസ്ത്രം വന്ന് കർണൻ്റെ കവചത്തിൽ കൊണ്ട് ആ അസ്ത്രം വിഫലമായി പോകും, രണ്ടായിട്ട് ഒടിഞ്ഞു പോകും. ഇത് കാണുന്ന ദ്രോണാചാര്യർ കർണനടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, നീ ആരാണ് പുത്ര എന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, ഞാനൊരു സൂതപുത്രനാണെന്ന് പറയും. അപ്പം ദ്രോണാചാര്യർ പറയും, സൂതന്മാർക്ക് രഥം തെളിക്കുകയാണ് പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു യോദ്ധാവാകാൻ കഴിയത്തില്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ നീ മടങ്ങിപ്പോകാൻ പറയും. അപ്പോൾ കർണൻ പറയും, മാതാവിൻ്റെ
വാത്സല്യത്തെയും പിതാവിൻ്റെ സ്നേഹത്തെയും എങ്ങനെയാണ് വേർതിരിച്ച് കാണാൻ കഴിയുന്നത്? ഞാൻ സൂതപുത്രനായതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ, അല്ലാതെ എനിക്കതിലൊരു മോശമായിട്ട് തോന്നുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയ്ക്ക് വിദ്യ പകർന്ന ഗുരുദേവൻ്റെ അടുത്ത് നിന്നും പരശുരാമനിൽ നിന്നും വിദ്യ അഭ്യസിച്ചുകൊണ്ട് ഈ ഭാരതവർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധാരിയായിട്ട് തിരിച്ചു മടങ്ങി വരുന്നതെന്ന് പറയും. അർജുനനെക്കാട്ടിലും ശ്രേഷ്ഠനായിട്ട് മടങ്ങി വരുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കർണൻ അവിടുന്ന് പോകും. ആ സമയം കർണൻ ഒരു അഗ്നി ആവാഹിച്ചുകൊണ്ടൊരു അസ്ത്രത്തെ വിടും. അത് വൃക്ഷത്തിൽ ചെന്നുകൊണ്ട് ആ മരം കത്താൻ തുടങ്ങും. അപ്പോൾ അർജുനൻ അതിനെ ജലത്തിൻ്റെ അസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് അതിനെ കെടുത്തുകയും ചെയ്യും. അതിനുശേഷം ഈ കർണൻ അവിടുന്ന് പോയിട്ട് പരശുരാമൻ്റെ അടുത്ത് ചെല്ലും. പരശുരാമൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് തലയൊക്കെ മുണ്ടനം ചെയ്ത് അതിന് ശേഷമാണ് ചെല്ലുന്നത്. അപ്പോൾ പരശുരാമൻ ചോദിക്കും, നീ ആരാണ് പുത്ര എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ കർണനാണെന്ന് പറയും. ഞാൻ കർണനാണ്, ബ്രാഹ്മണനാണെന്ന് പറയും. ഭഗവാൻ ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയും. അങ്ങനെ കർണന് ധനുർവിദ്യ പഠിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പം പരശുരാമൻ പറയും, ഞാൻ എൻ്റെ അസ്ത്രങ്ങളൊക്കെ ദാനമായി കൊടുത്തിരിക്കുവാണ്, അതുപോലെ ഞാൻ വിദ്യ അഭ്യസിപ്പിക്കുന്നത് നിർത്തിയിരിക്കുവാണെന്ന് പറയും. എന്നെങ്കിലും നിൻ്റെ ഈ മുഖത്തെ ഈ തേജസ്സും ഇതും കാണുമ്പം ഐശ്വര്യം കാണുമ്പോൾ നിന്നെ ഇത് പഠിപ്പിച്ചു തരാതിരിക്കാൻ എന്നെ കൊണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് തീർച്ചയായിട്ടും വിദ്യ അഭ്യസിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ കർണന് വിദ്യകൾ പകർന്നു കൊടുക്കും. അങ്ങനെ എല്ലാത്തരം വിദ്യകളും പഠിപ്പിച്ചു കൊടുക്കും. പാശുപതാസ്ത്രത്തിൻ്റെ ജ്ഞാനവും അതുപോലെ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കാനുള്ള മന്ത്രങ്ങളും അങ്ങനെ എല്ലാവിധ മന്ത്രങ്ങളും കർണന് പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം ഒരു അസ്ത്രം പഠിപ്പിച്ചു കൊടുക്കും. അത് സൂര്യനെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന അസ്ത്രമാണ്. അത് നീ എന്ന് പരിശീലിക്കുന്ന അതിന്ന് നിന്റെ വിദ്യ പൂർണ്ണമാകുന്നതാണ്. അന്ന് നിന്നെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്യുമെന്ന് പറയും. കർണൻ എന്ന നാമത്തിൽ അറിയപ്പെടുകയും ചെയ്യുമെന്ന് പറയും. അങ്ങനെ കർണൻ അവസാനം ആ കൃത്രിമമായിട്ട് സൂര്യനെ നിർമ്മിക്കുന്ന അസ്ത്രം ഏറ്റവും അവസാനം പൂർണ്ണമായിട്ട് പഠിച്ച് അത് ചെയ്ത് കാണിക്കും. അതിനുശേഷം ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ പോകുന്ന ആ സമയത്ത് ഗുരുദേവന് മടിയിൽ വിശ്രമിക്കുവാൻ വേണ്ടി കർണൻ പറയും. അങ്ങനെ ഗുരുദേവൻ കർണൻ്റെ മടിയിൽ വിശ്രമിച്ച് കിടക്കുവാണ്. അപ്പോൾ ആ സമയത്ത് കർണൻ്റെ കാലിലൊരു തേള് വന്ന് കടിക്കും, ഒരു വണ്ട് വന്ന് കടിക്കും. കടിച്ചു കഴിയുമ്പം ഈ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് കർണൻ മിണ്ടാതിരിക്കും. അപ്പോൾ ഈ രക്തം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും കാലിൽ നിന്ന്. ആ രക്തം ഗുരുദേവൻ്റെ മുഖത്ത് ചെന്ന് നനയുമ്പോൾ ഗുരുദേവൻ എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കും, നീ ആരാണ് പുത്ര? നീ ഒരിക്കലും ഒരു ബ്രാഹ്മണനാകാൻ വഴിയില്ല, അതുകൊണ്ട് നീ സത്യം പറഞ്ഞ് നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാനൊരു സൂതപുത്രനാണ് ഭഗവാൻ എന്ന് പറയും. അപ്പം കർണനെ പരശുരാമൻ ശപിക്കുവാണ്, നീ നുണ പറഞ്ഞതുകൊണ്ട് നീ പഠിച്ചിരിക്കുന്ന ധനുർവിദ്യയെല്ലാം നീ യുദ്ധത്തിൽ നിനക്ക് ഏറ്റവും അവസാനം വേണ്ട ആവശ്യമുള്ള സമയമാകുമ്പോൾ നീ മറന്നു ആയിരിക്കുമെന്ന് പറയും. അതിനെ എൻ്റെ ശാപമായിട്ട് കണക്ക് കൂട്ടണ്ട, അത് യാഥാർത്ഥ്യം മാത്രമാണ് പുത്ര എന്ന് പറയും. അതുപോലെ തന്നെ നീ ഒത്തിരി പേർക്ക് മാർഗദർശനം നൽകുന്ന ഒരു വ്യക്തിയായും അതുപോലെ ഒത്തിരി പേര് നിന്നെ ഓർക്കുകയും ആരാധിക്കുകയും എന്നെപ്പോലും ആൾക്കാർ ഓർത്തില്ലെങ്കിൽ പോലും മഹാഭാരതത്തിൽ നിന്നെ എല്ലാവരും അംഗീകരിക്കുകയും ഓർക്കുകയും സ്മരിക്കുകയൊക്കെ ചെയ്യും. ഈ കാലമുള്ളിടത്തോളം കാലം നിന്റെ നാമം എല്ലാവരും അറിയപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർണനെ ആശീർവദിക്കും. കർണൻ ചോദിക്കും, എന്നെ ആശീർവദിക്കത്തില്ലേ ഗുരുദേവെന്ന് ചോദിക്കും. അപ്പം കർണനെ ആശീർവദിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം കർണൻ അവിടുന്ന് പോകും. അങ്ങനെ പോയി കഴിയുമ്പം ഈ ഗുരുകുലത്തിലെ അർജുനൻ്റെയൊക്കെ വിദ്യാഭ്യാസവും പൂർണ്ണമാകും. അപ്പോൾ അർജുനനെയും പഞ്ചപാണ്ഡവരെയും കൗരവരെയും തമ്മിൽ ഒരു മത്സരം നടത്താൻ വേണ്ടി ദ്രോണാചാര്യർ തീരുമാനിക്കും. അങ്ങനെ അവർക്കിടയിൽ ഒരു മത്സരം നടക്കുവാണ്. ആ ഒരു വേദിയിലേക്ക് കർണൻ വരാൻ ഇടയാകുകയാണ്. അപ്പം അർജുനൻ അസ്ത്രശസ്ത്ര വിദ്യകൾ കൊണ്ട് ദുര്യോധനനെ ബന്ദിയാക്കും. അസ്ത്രങ്ങൾ വിട്ടുകൊണ്ട് ദുര്യോധനെ ബന്ദിയാക്കും. അപ്പോൾ ദുര്യോധനനെ മോചിപ്പിച്ചുകൊണ്ടാണ് കർണൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദ്രോണാചാര്യർ പറയും, ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവ് അർജുനനാണെന്ന് പ്രഖ്യാപിക്കും. ആ സമയത്താണ് കർണൻ വന്നിട്ട് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാനും ഒരു യോദ്ധാവാണ്, എന്നെക്കാട്ടിലും വലിയ യോദ്ധാവല്ല അർജുനനായിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോവാണെന്ന് പറയും. അങ്ങനെ യുദ്ധം തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് വിതുരരൊക്കെ പറയും, ഒരു രാജാവിന് മാത്രമേ ഒരു രാജാവിനോട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ മടങ്ങിപ്പോകാൻ പറയും. അങ്ങനെ കർണൻ മടങ്ങിപ്പോകാൻ പോകുന്ന സാഹചര്യത്തിൽ കർണനെ ദുര്യോധനൻ തടഞ്ഞു നിർത്തിയിട്ട് പറയും, നിന്നെ ഞാൻ അംഗദേശത്തിൻ്റെ രാജാവായിട്ട് വിളംബരം ചെയ്യുകയാണെന്ന് പറയും, അംഗരാജാവായിട്ട് വിളംബരം ചെയ്യുകയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ഭീഷ്മ പിതാമഹൻ പറയും,
ഒരിക്കലും നിനക്കൊരിക്കലും ഇവനെ രാജാവാക്കാനുള്ള യോഗ്യതയില്ല, കാരണം നീ ഒരു രാജാവല്ല, അതുകൊണ്ട് നിനക്ക് ഇവനെ രാജാവാക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് ദുര്യോധനന്റെ പിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവ് പറയും, ഞാനിവനെ അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് വിളംബരം ചെയ്യുകയാണെന്ന് പറയും, പ്രഖ്യാപിക്കുകയാണെന്ന് പറയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ദുര്യോധനൻ ഒരു ഖടാര എടുത്ത് കൈയുടെ വിരലിങ്ങനെ മുറിച്ചിട്ട് ആ രക്തം കൊണ്ട് കർണൻ്റെ നെറ്റിയിൽ തിലകം ചാർത്തി കൊടുക്കും. എന്നിട്ട് പറയും, എൻ്റെ പിതാവ് തന്ന ഈ സ്ഥാനമാനങ്ങളും ഈ പദവിയും ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് നിലനിർത്തി പോകുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കർണൻ പറയും, ഞാൻ അങ്ങക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മിത്രമേ, ഞാൻ അങ്ങക്ക് വേണ്ടി എൻ്റെ ജീവൻ തരാൻ വരെ തയ്യാറാണെന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് നിൻ്റെ ജീവനൊന്നും വേണ്ട, പകരം നിൻ്റെ സൗഹൃദം മാത്രം മതി എന്ന് പറയും. നിൻ്റെ സൗഹൃദം തന്നെ എനിക്ക് പര്യാപ്തമാണെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ മിത്രങ്ങളാവും. അതിനുശേഷം അർജുനനുമായിട്ട് കർണൻ ഏറ്റുമുട്ടുകയാണ്. കർണൻ്റെ ദിവ്യാസ്ത്രങ്ങൾ, പല തരത്തിലുള്ള അസ്ത്രങ്ങളുണ്ട്. ആ അസ്ത്രങ്ങളെല്ലാം ആകാശത്ത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടത്തും. അതുപോലെ പല വർണ്ണങ്ങളിൽ കാണികൾക്ക് ഇമ്പം തോന്നത്തക്ക വിധത്തിൽ പലതരത്തിലുള്ള അസ്ത്രങ്ങളും ആകാശത്ത് പൊട്ടിവിടരും. അങ്ങനെ യുദ്ധം ഭയങ്കര ശക്തമായി തീരും. അപ്പം ഭയങ്കര ഭയാനകമായ ശബ്ദവും മഴയും കാറ്റും അതുപോലെ ഇടിവെട്ടും അഗ്നിഗോളങ്ങളും ഒക്കെ വർഷിച്ചുകൊണ്ട് ഓരോ അസ്ത്രങ്ങളും ആ അസ്ത്രത്തിൻ്റെ ശക്തികൾ പ്രദർശിപ്പിക്കും. അങ്ങനെ ഏറ്റവും അവസാനം ഒരു അസ്ത്രം കർണൻ്റെ ദേഹത്ത് വന്ന് കൊള്ളും. അപ്പോൾ കർണൻ്റെ കവചത്തിലാണ് അത് വന്ന് കൊള്ളുന്നത്. അത് രണ്ടായിട്ട് ഒടിഞ്ഞ് വിപുലമായി പോകും. അപ്പം കർണൻ ശക്തിശാലിയാണെന്നുള്ള കാര്യം അർജുനന് മനസ്സിലാവും. അർജുനനെ പരാജയപ്പെടുത്താൻ കർണന് സാധിക്കും. അപ്പോൾ കുറേ അസ്ത്രങ്ങൾ വിട്ട് ഏറ്റവും അവസാനം അർജുനൻ സന്ധ്യാസമയമാകുമ്പോൾ യുദ്ധം ഇടയ്ക്ക് വെച്ച് നിർത്തും. അപ്പോൾ കർണൻ ചോദിക്കും, നീ എന്താ അർജുന ഭയന്നു പോയോ, എന്താണ് യുദ്ധം ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്ന് ചോദിക്കും. അപ്പം അർജുനൻ പറയും, ഇല്ല, ഞാൻ സന്ധ്യാസമയത്തെ ബഹുമാനിക്കുന്നു, ഇരുട്ടിനെ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് ഞാൻ യുദ്ധം നിർത്തിയതാണ്. നമ്മൾ രാജാക്കന്മാരല്ലേ, ഇനിയും അവസരങ്ങൾ കിട്ടുന്നതാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത യുദ്ധത്തിൽ നമുക്ക് ഏറ്റുമുട്ടാമെന്ന് പറയും. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് മുമ്പം അർജുനൻ ദ്രൗപദിയെ വിവാഹം ചെയ്തുകൊണ്ടുവരും. അതിനുശേഷം ദ്രൗപദിയെയും അതുപോലെ പഞ്ചപാണ്ഡവരുടെ മുഴുവൻ പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരനുമായിട്ട് ദുര്യോധനൻ ചൂത് കളിക്കും ശകുനിയുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ശകുനിയുടെ പകിടകൾ ഉപയോഗിച്ച് ശകുനി അവരെ പരാജയപ്പെടുത്തിയതിന് ശേഷം യുധിഷ്ഠിരനെ അടിമയാക്കിയതിന് ശേഷം അർജുനൻ്റെയൊക്കെ ഭാര്യയായ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം നടത്തും. അങ്ങനെ വസ്ത്രാക്ഷേപം നടത്തുന്ന കൂട്ടത്തിൽ കർണനും ഒരു ഭാഗമാകേണ്ടതായിട്ട് വരും. അതിനുശേഷം ഈ അർജുനൻ പറയും, നമുക്ക് ഒരു യുദ്ധം ചെയ്യുമെന്നുള്ള ഒരു യുദ്ധം ചെയ്ത് നിങ്ങളെ പരാജയപ്പെടുത്തുന്ന വെല്ലുവിളിക്കുമായിരുന്നു. അതിനെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പഞ്ചപാണ്ഡവരും കൗരവരുമായിട്ടൊരു യുദ്ധം തുടങ്ങും. ആ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ കർണൻ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർജുനനെ പരാജയപ്പെടുത്തുമെന്നറിയാവുന്ന ഇന്ദ്രദേവൻ കർണനിൽ നിന്നും ദാനമായിട്ട് കവചകുണ്ഡലങ്ങൾ മേടിക്കാൻ വരുമെന്നുള്ള കാര്യം കർണൻ്റെ പിതാവ് മുൻകൂട്ടി അറിഞ്ഞതിനാൽ സൂര്യഭഗവാൻ വന്നിട്ട് കർണൻ്റെ അടുത്ത് പറയും, നിന്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രഭഗവാൻ വേഷം മാറി വരുമെന്ന് പറയും. ഇതറിഞ്ഞിട്ടും കർണൻ പറയും, ഞാൻ ദാനം ചെയ്യും, എനിക്ക് ദാനം ചെയ്യുന്നത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ധർമ്മമാണ്, അതിനാൽ തന്നെ ഞാൻ ദാനം കൊടുക്കുമെന്ന് പറയും. എന്നോട് ക്ഷമിച്ചാലും പിതാവേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം പുലർച്ചെ പതിവ് പോലെ കർണൻ സൂര്യനെ ജലമർപ്പിക്കാൻ വേണ്ടി വരുവാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് സൂര്യഭഗവാൻ പ്രത്യക്ഷനാകത്തില്ല. അപ്പം കർണൻ പറയും, സൂര്യഭഗവാൻ എന്നിൽ കൃപയുണ്ടായിക്കൊണ്ട് അങ്ങ് വന്നാലും എനിക്ക് ദാനം ചെയ്യാനുള്ള അവസരം തന്നാലും എന്ന് പറയും. അങ്ങനെ സൂര്യഭഗവാൻ പ്രത്യക്ഷനാവും. അപ്പോൾ ആ സമയത്ത് ഈ അർജുനൻ്റെ പിതാവായ ഇന്ദ്രദേവൻ വരുവാണ്. ഇന്ദ്രദേവൻ വന്നിട്ട് കവചകുണ്ഡലങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ പറയും, ദേവരാജൻ ഇന്ദ്രൻ അങ്ങേക്ക് പ്രണാമം എന്ന് പറയും. അപ്പം നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ പറയും, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിങ്ങൾ വരുമെന്നുള്ള കാര്യമെന്ന് പറയും. അപ്പം നീ യുദ്ധത്തിന് പങ്കെടുക്കത്തില്ലെങ്കിൽ നിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കവചകുണ്ഡലങ്ങൾ ദാനമായിട്ട് ചോദിക്കത്തില്ല, നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറ് പുത്ര എന്ന് പറയും. അപ്പോൾ പറയാം, ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറത്തില്ല, ഞാൻ ദുര്യോധനനോട് കടപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് കവചകുണ്ഡലങ്ങൾ ദാനമായി തരണമെന്ന് പറയും.
അങ്ങനെ ദാനമായിട്ട് കവചകുണ്ടലങ്ങൾ തരാൻ സമ്മതിച്ചുകൊണ്ട് കർണൻ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായ കവചകുണ്ടലങ്ങളെ കവചത്തെ ഇങ്ങനെ കടാര കൊണ്ട് പറിച്ചെടുക്കും. അല്ലാതെ നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരി കൊടുക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഊരി കൊടുക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ഇതായിട്ട് മുറിവുകളൊക്കെ സംഭവിക്കും. എന്നിട്ട് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുവാണ്. ഭയങ്കരമായിട്ടുള്ള വേദന സഹിച്ചുകൊണ്ട് അത് പറിച്ചെടുത്ത് അതുപോലെ കുണ്ടല ഇങ്ങനെ മുറിച്ച് ചെവിയിൽ നിന്നെടുത്ത് അത് രണ്ടും ദാനമായിട്ട് ഇന്ദ്രദേവന് കൊടുക്കുവാണ്. എന്നിട്ട് ഇന്ദ്രദേവനോട് കർണൻ പറയുവാണ്, അങ്ങ് എന്നോട് എത്ര വലിയ അനീതിയാണ് പ്രവർത്തിച്ചത്, എത്ര വലിയ വഞ്ചനയാണ് പ്രവർത്തിച്ചതെന്ന് അങ്ങക്ക് അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ദ്രദേവൻ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് അർജുനൻ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുവാണ്. അർജുനൻ വന്നിട്ട് ചോദിക്കും, ഭഗവാനെ ഇന്ദ്രദേവൻ അങ്ങെന്ത് അനീതിയാണ് കർണനോട് പ്രവർത്തിച്ചിരിക്കുന്നത്? കർണൻ്റെ കവചകുണ്ടലങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് എന്നെ കൂടെ ദുർബലനാക്കിയിരിക്കുകയാണ്. കർണനെ മാത്രമല്ല എന്നെയും കൂടെ ദുർബലനാക്കിയിരിക്കുകയാണ്. ഏകലവ്യൻ്റെ പെരുവിരലെ ഛേദിച്ചതിനെ തുടർന്ന് എനിക്ക് എന്നെ ആരെങ്കിലും അസ്ത്രവിദ്യയിൽ ആരെങ്കിലും എന്നെ പുകഴ്ത്തി കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഏകലവ്യൻ്റെ ഓർമ്മ വരും. കാരണം ഏകലവ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം എന്നെക്കാട്ടിലും വലിയൊരു യോദ്ധാവായി ഏകലവ്യൻ മാറിയേനായിരുന്നു. പക്ഷേ ഏകലവ്യൻ്റെ അടുത്ത് നിന്ന് അവന് പെരുവിരലും മേടിച്ചത് എനിക്കൊരു കളങ്കമായി മാറിയതാണ്. അതുപോലെ ഇപ്പം കർണൻ്റെ അടുത്ത് നിന്ന് കവചകുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ട് അങ്ങ് എന്നെയും കൂടെ തളർത്തിയിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ പറയുമ്പം ഇന്ദ്രദേവൻ്റെ അടുത്ത് അർജുനൻ പറയുവാണ്, പിതാവെ അങ്ങ് ദേവനുണ്ടായി കർണൻ ആ കവച കുണ്ടലങ്ങൾ തിരിച്ചു നൽകിയാലോ എന്ന് പറയും. അപ്പോൾ ദേവരാജനായ ഇന്ദ്രൻ പറയുവാണ്, ദാനം തന്ന സാധനം ഒരിക്കലും തിരിച്ച് കർണൻ ഒരിക്കലും വാങ്ങത്തില്ലെന്ന് പറയും. പകരം ഞാൻ കർണൻ എന്തുവാണ് വേണ്ടത് അത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും. അപ്പോൾ കർണനോട് ചോദിക്കും, പുത്ര നിനക്ക് എന്നിൽ നിന്ന് എന്തുവാണ് ദാനമായിട്ട് വേണ്ടതെന്ന് പറയും. അപ്പോൾ കർണൻ പറയും, ഞാൻ വ്യാപാരമല്ല നടത്തിയത്, ദാനമാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദേവരാജനായ ഇന്ദ്രൻ പറയും, ഇന്ദ്രനെ കണ്ടതിന് ശേഷം പകരം ഒന്നും മേടിച്ചില്ലെങ്കിൽ, ദാനമായിട്ടൊന്നും വാങ്ങിയില്ലെങ്കിൽ അത് ഇന്ദ്രദേവനെ കളങ്കമേൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നീ എന്തെങ്കിലും എന്നോട് വരദാനമായിട്ട് ആവശ്യപ്പെടാൻ പറയും. അപ്പോൾ ആ കർണൻ പറയുവാണ്, അങ്ങേക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു യോദ്ധാവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ശസ്ത്രമാണ്. എനിക്കൊരു അസ്ത്രം തരണം. ആ അസ്ത്രം കൊണ്ട് ഞാൻ ഏത് ശത്രുവിനെ വിചാരിച്ചാണ് വിടുന്നത് ആ ശത്രുവിനെ വധിക്കാൻ കഴിയുന്ന ഒരു അസ്ത്രമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു അസ്ത്രം കൊടുത്തിട്ട് ദേവരാജൻ ഇന്ദ്രൻ പറയുവാണ്, ഈ അസ്ത്രം നിനക്ക് ഒരു പ്രാവശ്യം മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ, അതും ശത്രു നേത്രങ്ങൾക്ക് മുമ്പിൽ വരുന്ന സാഹചര്യത്തിൽ മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു അസ്ത്രത്തെ കർണന് കൊടുക്കുവാണ്. കർണന് കൊടുത്തതിന് ശേഷം അർജുനനും ദേവേന്ദ്രനോടൊന്ന് പോകും. ദേവേന്ദ്രൻ കവചകുണ്ടലങ്ങളുമായിട്ട് ഇന്ദ്രലോകത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഭൂമിയിൽ തന്നെ എവിടെയോ ഒരു സ്ഥലത്ത് അത് സുരക്ഷിതമായിട്ട് വെച്ചതിന് ശേഷം ഇന്ദ്രൻ തിരിച്ചങ്ങോട്ട് പോകും. അപ്പം അർജുനനും മടങ്ങിപ്പോവും കൊട്ടാരത്തിലേക്ക്, ശിബിരത്തിലേക്ക് മടങ്ങിപ്പോവും. അങ്ങനെ കർണൻ അപ്പോൾ മേൽ മുഴുവനും ദേഹം മുഴുവനും രക്തം പ്രവഹിച്ചുകൊണ്ട് അവിടെ താഴത്ത് മറിഞ്ഞ് ബോധം കെട്ട അവസ്ഥയിൽ താഴെ വീഴുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന കുന്തി മാതാവ് കർണനെ അശ്വിനി ദേവകളുടെ അടുത്തെത്തിക്കും, നകുലൻ്റെ സഹദേവൻ്റെ അടുത്ത്. അങ്ങനെ നകുലനും സഹദേവനും കൂടെ മരുന്നുകളൊക്കെ വെച്ച് പഴയ പോലെ ശരീരത്തിലെ രക്തങ്ങളൊക്കെ തുടച്ച് കളഞ്ഞ് മുറിവും വ്രണങ്ങളും ഒക്കെ മാറ്റി പഴയ പോലെ കർണനെ ശരിയാക്കി എടുക്കും. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം ആറാകുമ്പോൾ കൃഷ്ണൻ പഞ്ചപാണ്ഡവരിൽ ഭീമനെ വിളിച്ചിട്ട് പറയുവാണ്, നീ എത്രയും പെട്ടെന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഘടോത്കചനെ വരുത്തണമെന്ന് പറയും. ഘടോത്കചനെ വരുത്താനുള്ള മന്ത്രം ചൊല്ലാൻ പറയും. അങ്ങനെ ഘടോത്കചനെ വരുത്തും. അങ്ങനെ ഘടോത്കചൻ്റെ നേർക്ക് ഈ ആയുധം പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഘടോത്കചനെ വരുത്താൻ പറയുന്നത്. അങ്ങനെ ഘടോത്കചൻ വന്ന് ഒരുപാട് സൈനികരെ, ആയിരക്കണക്കിന് സൈനികരെ ഘടോത്കചൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചും ചവിട്ടിയൊക്കെ നശിപ്പിച്ച് കൊന്നുകളയും. ഘടോത്കചൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഭയങ്കര ആചാരബഹുമായ ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ അടുത്ത് സാധാരണ അസ്ത്രങ്ങളൊന്നും കൊണ്ടുകഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. അപ്പം ദിവ്യാസ്ത്രങ്ങൾ തന്നെ ദ്രോണാചാര്യരൊക്കെ പ്രയോഗിക്കും. പലതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അതെല്ലാം ഘടോത്കചൻ്റെ മേത്തുകൊണ്ട് വിഫലമായി പോവുക ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള അസ്ത്രങ്ങളും പ്രയോഗിച്ച് ഘടോത്കചനെ
പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടായിരിക്കും, പക്ഷെ നടക്കത്തില്ല. അങ്ങനെ കർണനും ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കും, പക്ഷേ ഘടോത്കചന് ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു സമയത്താണ് ഘടോത്കചൻ ദുര്യോധനെ വധിക്കാൻ വേണ്ടി എടുത്ത് കയ്യിലിങ്ങനെ പൊക്കി ഉയർത്തിപ്പിടിക്കും. എന്നിട്ട് ദുര്യോധനെ കൊല്ലുമെന്നുള്ള രീതി നിൽക്കുമ്പം കർണൻ്റെ അടുത്ത് ദുര്യോധനൻ പറയും, മിത്രമേ കർണ, അങ്ങക്ക് ഇന്ദ്രദേവൻ തന്നിരിക്കുന്ന അസ്ത്രത്തെ ആവാഹിച്ചാലും എന്നിട്ട് ഈ ഘടോത്കചനെ വധിച്ചാലും എന്ന് പറയും. ആ സമയം കർണൻ ദിവ്യാസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് ഈ ഘടോത്കചന്റെ നേർക്ക് ആ ദിവ്യാസ്ത്രത്തെ വിടുവാണ്. അപ്പം ഭീമന്റെ പുത്രനാണ് ഘടോത്കചൻ. അപ്പം ഭീമന്റെ പുത്രനായ ഘടോത്കചനെ വധിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഭീമൻ ഇടക്കോട്ട് ചാടി വീഴുവാണ് ആ അസ്ത്രം തടയാൻ വേണ്ടിയിട്ട്. ആ അസ്ത്രം പോയി രണ്ടായിട്ട് മാറും, പിളർന്നു പോവും. എന്നിട്ട് രണ്ടായിട്ട് മാറി ഏറ്റവും അവസാനം ഒന്നായിക്കൊണ്ട് ഘടോത്കചന്റെ മാത്രം ഹൃദയത്തിൽ നെഞ്ചിൽ വന്ന് തറച്ചു കയറും. അങ്ങനെ ഘടോത്കചൻ താഴത്തേക്ക് ഭയങ്കര ശബ്ദത്തോടെ കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് വീഴുവാണ്. അപ്പോൾ ഇത് കണ്ട് ഭീമൻ ഓടിപ്പോയി ഘടോത്കചൻ്റെ അടുത്തിരിക്കുക. അപ്പോൾ ഘടോത്കചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അജാനുബാഹുവായ വ്യക്തിയാണ്, ഭയങ്കര വലിയ ശരീരമൊക്കെയാണ്. അപ്പോൾ താഴ്ത്തി വീഴുമ്പം ആൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി ചെറുതായി മാറും, ഭീമൻ്റെ കാട്ടിലും ചെറുതായിട്ട് മാറും. അങ്ങനെ താഴ്ത്തി കിടക്കുമ്പോൾ ഭീമൻ ചെന്ന് പുത്ര ഘടോത്കച എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സംസാരിക്കുക. അതിനുശേഷം കർണൻ്റെ നേർക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭീമൻ അലറിക്കൊണ്ട് വരികയാണ്. അപ്പോൾ കർണൻ ഭീമൻ്റെ നേർക്ക് അസ്ത്രം പ്രയോഗിക്കും. ഒരു സാധാരണ അസ്ത്രം ഇട്ട് അത് ഭീമൻ വലിച്ചൂരി എടുത്തിട്ട് പറയും, ഈ അസ്ത്രമാണ് അങ്ങയുടെ ഏറ്റവും വലിയ അസ്ത്രം. ഇത് തയ്ക്കുന്ന സ്ത്രീകളിൽ ഉണക്കുന്ന സൂചിയുടെ വ്രണം മാത്രമേ എൻ്റെ മേത്തുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയും, മുറിവ് മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയും. അപ്പം കർണന് വേണമെങ്കിൽ ദിവ്യാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഭീമനെ വധിക്കാം, പക്ഷേ കർണൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആർക്ക്? കുന്തിദേവിക്ക്. കുന്തിദേവിയുടെ 5 പുത്രന്മാരിൽ ഒരാളെ മാത്രമേ വധിക്കുകയുള്ളൂ, 4 പേരെ ഒന്നും ചെയ്യത്തില്ല. അതിനാൽ തന്നെ ഭീമനെ ഒരിക്കലും കർണൻ വധിക്കത്തില്ല. അതുകൊണ്ട് ദിവ്യാസ്ത്രത്തെ കർണൻ പിൻവലിക്കും. അങ്ങനെ കർണനും അർജുനനും കൂടെ ഏറ്റുമുട്ടും. അടുത്ത ദിവസം യുദ്ധം തുടങ്ങും. അങ്ങനെ കർണനും അർജുനനും കൂടെ ഏറ്റുമുട്ടും. കർണൻ്റെ ദിവ്യാസ്ത്രങ്ങൾ എല്ലാം അർജുനൻ്റെ ദിവ്യാസ്ത്രങ്ങളുമായിട്ട് ഭേദിച്ച് വിഫലമായി പോകും, 2 അസ്ത്രങ്ങൾ. അങ്ങനെ തുടർന്ന് അവർ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ ചെയ്യും. അങ്ങനെ ഭയങ്കര വിസ്ഫോടനങ്ങൾ തന്നെ സംഭവിക്കത്തക്ക വിധത്തിലുള്ള അസ്ത്രങ്ങൾ കർണൻ അയക്കും. അങ്ങനെ ആ അസ്ത്രങ്ങളുടെ ശക്തിയാൽ അർജുനൻ്റെ രഥം 4 അടി പുറകിലേക്ക് പോകും. അപ്പം അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കും, അതുകൊണ്ട് കർണൻ്റെ രഥം 7 അടി പുറകിലോട്ടും പോകും. അപ്പോൾ ഇത് കാണുന്ന കൃഷ്ണൻ കർണനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക, കർണനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന അർജുനൻ ചോദിക്കും, എന്താണ് അങ്ങ് കർണനെ പുകഴ്ത്തി പറയുന്നത്? കർണൻ്റെ അസ്ത്രങ്ങളേക്കുമ്പോൾ നമ്മളുടെ രഥം 4 അടിയെ പുറകിലോട്ട് പോകുന്നുള്ളൂ, എൻ്റെ അസ്ത്രങ്ങളേക്കുമ്പോഴാണെങ്കിൽ 7 അടി അവൻ്റെ രഥം പുറകിലോട്ട് പോകുന്നുണ്ട്, എന്നിട്ടും അങ്ങ് എന്തിനാണ് കർണനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുവാണ്, നിന്റെ രഥത്തിൽ ഞാൻ ഉപവിഷ്ടനായിട്ടുണ്ട്, അതുപോലെ ധ്വജത്തിൽ ഹനുമാൻ വിരാജിതനുമാണ്, എന്നിട്ട് പോലും ഈ രഥം 4 അടി പുറകിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കർണൻ്റെ കഴിവ് തന്നെയാണ്. കർണനൊരു വലിയ യോദ്ധാവാണ്, ഒരു ശ്രേഷ്ഠനായ ധനുർധാരിയാണെന്ന് പറയും. അതിനുശേഷം കർണൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണൻ കർണനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്, ഒളിച്ചോടി പോവുകയാണ്, പലായനം ചെയ്യുവാണ്. അപ്പോൾ പുറകെ കർണൻ ചെല്ലുവാണ്, നിങ്ങളെന്താ ഭീരുക്കളെ പോലെ ഭയന്നു പോകുന്ന അർജുന, അവിടെ നിന്നാലും എന്ന് പറയും. പക്ഷെ അർജുനനെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് കർണൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഭൂമിയിൽ താഴ്ന്നു പോകും. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ മുതലെടുക്കാമെന്ന് വിചാരിച്ച കൃഷ്ണൻ ആ രഥം തിരിച്ചിട്ട് അർജുനനായിട്ട് പറയും, അർജുന കർണനെ വധിച്ചാലോ എന്ന് പറയും. അങ്ങനെ കർണനെ വധിക്കാൻ വേണ്ടിയിട്ട് അസ്ത്രത്തെ ആവാഹിക്കുമ്പം കർണൻ രഥത്തിൻ്റെ ചക്രങ്ങൾ പൊക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കർണൻ പറയും, ഞാൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട് ഈ ഈ ലോകത്തെ മൊത്തം നശിപ്പിച്ച് കളയുമെന്ന് പറയും. അങ്ങനെ കർണൻ അസ്ത്രത്തെ ആവാഹിക്കാൻ വേണ്ടിയിട്ട് ഓം ബ്രഹ്മ തമസ്തു അസ്ത്ര നിർമ്മിതായ സ്വയമേവം ലക്ഷ്യസ്ഥാനം ഭേദിത എന്ന് പറഞ്ഞ ആ മന്ത്രം പറയാൻ വേണ്ടി നോക്കും. പക്ഷേ മുഴുവനായിട്ട് മന്ത്രം മറന്നു പോകുന്നതുകൊണ്ട്, പറയാൻ പറ്റാത്തതുകൊണ്ട് ആ അസ്ത്രം കൈത്തണ്ടയിൽ വന്നിട്ട് അപ്രത്യക്ഷമായി പോകും. ആ ഒരു സാഹചര്യത്തിൽ കർണൻ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ്. അപ്പോൾ കർണൻ പറയും, അർജുന നീ ചതിയിലൂടെ എന്നെ തോൽപ്പിക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കും. അപ്പം അർജുനൻ പറയുവാണ്, നിങ്ങളെല്ലാവരും കൗരവരെല്ലാവരും കൂടെ
ഒരുമിച്ച് ചേർന്നുകൊണ്ടല്ലേ എൻ്റെ പുത്രനായ എൻ്റെ പുത്രനായ അഭിമന്യുവിനെ വധിച്ചെന്ന് ചോദിക്കും. അപ്പം അതുപോലെ തന്നെ എനിക്കും അങ്ങനെ വധിക്കാൻ സാധിക്കുമെന്ന് പറയും. അങ്ങനെ വധിക്കാൻ വേണ്ടിയിട്ട് അസ്ത്രത്തെ ആവാഹിച്ചിട്ടിരുന്നിട്ട് അർജുനൻ പറയും, വേണമെങ്കിൽ ഞാൻ നിനക്ക് ഒരു വിനാഴിക സമയം തരാം, അതിനുള്ളിൽ നീ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ വധിക്കത്തില്ലെന്ന് പറയും. അന്നേരം കൃഷ്ണൻ അവിടെ മൊത്തവും സ്തംഭിപ്പിച്ച് നിർത്തും. അതിനുശേഷം കർണൻ്റെ അടുത്ത് ഉപദേശം നൽകും. കർണനോട് പറയും, കർണൻ അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഭഗവാനെ വാസുദേവ പഠിച്ച വിദ്യകളെല്ലാം വിസ്മരിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, നിറങ്ങൾ വസ്ത്രത്തിൻ്റെ സ്വജസിദ്ധമായിട്ടുള്ള ഗുണമല്ല, അതിനാൽ തന്നെ അത് വെയിലേൽക്കുമ്പോൾ മങ്ങിപ്പോകുന്നതാണ്. അതുപോലെ ചതിയിലൂടെ പ്രാപ്തമാക്കുന്ന വിദ്യ എന്ത് തന്നെയായാലും അത് സമയം വരുമ്പോൾ ഉപകരിക്കാതെ പോകും. അത് പരശുരാമൻ്റെ ശാപമായിട്ട് കരുതേണ്ട, നീ പരശുരാമൻ്റെ വാക്കുകൾ ഓർത്തു നോക്കാൻ പറയും. അപ്പോൾ കർണൻ പറയും, ഞാനൊരുപാട് പാവപ്പെട്ടവർക്കും ദുരിതാനുഭവിക്കുന്നവർക്കും പീഡിതരായ വ്യക്തികൾക്കുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പം ശ്രീകൃഷ്ണൻ പറയും, അതിൻ്റെ വാസ്തവികമായിട്ടുള്ള ഗുണം ലഭിക്കുന്നത് ദാനം ചെയ്ത വ്യക്തിക്ക് തന്നെയാണ്, അല്ലാതെ ദാനം വാങ്ങുന്ന വ്യക്തിക്ക് യാതൊരുവിധ ഗുണവും ലഭിക്കത്തില്ലെന്ന് പറയും. അതിനുശേഷം കർണൻ ചോദിക്കും, എനിക്ക് എൻ്റെ സാമർത്ഥ്യം തെളിയിക്കാനുള്ളൊരു അവസരം കിട്ടത്തില്ലേ വസുദേവ എന്ന് ചോദിക്കും. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, ഇത് നിൻ്റെ സാമർത്ഥ്യത്തിൻ്റെ പ്രതീകമാണ് രാധയ. ഇപ്പം നിന്നെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചതി പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഇപ്പം ഭൂമിയിൽ താന്നിരിക്കുകയാണ്. പിന്നെ നീ പഠിച്ച മന്ത്രങ്ങളെല്ലാം വിസ്മരിച്ചു പോയിരിക്കുന്നു. ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പം അങ്ങയെ വധിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അത് തന്നെ അങ്ങയുടെ സാമർത്ഥ്യത്തിൻ്റെ അല്ലേ രാധയാന്ന് ചോദിക്കും. അങ്ങനെ അങ്ങയുടെ സാമർത്ഥ്യത്തിൻ്റെ പ്രതീകമല്ലേ രാധയാന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന കർണൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം കർണൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയും, പക്ഷേ എനിക്ക് മിത്രം ദുര്യോധനൻ്റെ ഉപകാരത്തെ വിസ്മരിക്കുവാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, നിന്റെ കൂടെ മിത്രത സ്ഥാപിച്ചതിന് ശേഷം പാവപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും പീഡിതരായ വ്യക്തികൾക്കും സഹായം നൽകുവാൻ വേണ്ടി ദുര്യോധനൻ ശ്രമിച്ചോ? എന്ത് ഉപകാരമാണ് രാധയ നിനക്ക് വേണ്ടിയിട്ട് ദുര്യോധനൻ ചെയ്തതെന്ന് ചോദിക്കും. അതുകൊണ്ട് നീ അതൊന്നും വിചാരിക്കേണ്ട, ഇപ്പം നിന്റെ സഹോദരൻ്റെ കൈകളാൽ നീ മൃത്യു വരിക്കാൻ വേണ്ടി സജ്ജനായി നിൽക്കുകയാണ്, ആ ഒരു അവസ്ഥയിലാണ് നീ ഇപ്പം നിൽക്കുന്നതെന്ന് പറയും. അപ്പം കർണൻ പറയും, എൻ്റെ മാതാവായ കുന്തിദേവിയുടെ അടുത്ത് പറയണം, ഞാൻ പഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ഒരു ഭാഗമായി, അതുകൊണ്ട് ഞാൻ എൻ്റെ രക്തം ഒഴുക്കിയിട്ടുണ്ടെന്ന് എൻ്റെ മാതാവിനോട് പറയണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കർണൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പരാജയം സ്വയം സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുവാണ്, അർജുനൻ്റെ അടുത്ത് പറയുവാണ്, അർജുന പാർത്ഥ, നീ എത്രയും വേഗം തന്നെ കർണനെ അവൻ്റെ ഭാവഭാരത്തിൽ നിന്നും മുക്തനാക്കിയാലോ എന്ന് പറയും. അങ്ങനെ അസ്ത്രം വിടാൻ വേണ്ടിയിട്ട് അർജുനൻ പോകാൻ പോകുന്ന സമയത്ത് കർണൻ പറയുവാണ്, പ്രിയ അർജുന, ഇനി ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ നീ എന്നെ വധിച്ചാലും ഞാൻ ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്തുവാണെങ്കിൽ ഈ കാലചക്രത്തിൻ്റെ ചലനം തന്നെ മാറുന്നതായിരിക്കും, അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നീ എന്നെ വധിച്ചാലോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും രഥം ഉയർത്തുവാൻ വേണ്ടി തന്നെ ശ്രമിക്കും, കാരണം ഞാനൊരു യോദ്ധാവാണ്, അതുകൊണ്ട് ഞാൻ അവസാന ശ്വാസം വരെ പോരാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കർണൻ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്താൻ തുടങ്ങും. അങ്ങനെ പകുതി ഉയർത്തിയെടുക്കുന്ന സമയത്ത് അർജുനൻ്റെ അസ്ത്രങ്ങളിൽ നിന്ന് കർണൻ്റെ ദേഹത്ത് കൊണ്ട് കർണൻ താഴേക്ക് വീഴുവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കുന്തി മാതാവ് നിലവിളിച്ചുകൊണ്ട് വരുക. എന്നിട്ട് കർണനെ സ്വന്തം മടിത്തട്ടിൽ എന്തും. എന്നിട്ട് കർണനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുന്തി മാതാവിനെ കണ്ട് അർജുനൻ ചോദിക്കും, എന്താണ് മാതാവ് ഈ ശത്രുവിൻ്റെ മരണത്തിൽ ഇത്ര ദുഃഖിതയാകുന്നതെന്ന് ചോദിക്കും. അപ്പം കൃഷ്ണൻ പറയുവാണ്, ഇത് ശത്രുതകളൊക്കെ വിസ്മരിക്കേണ്ട സമയമാണ്, ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ നീ ചെന്ന് കുന്തി മാതാവിനോട് തിരക്കാൻ പറയും. അങ്ങനെ കുന്തി മാതാവിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുമ്പം യുധിഷ്ഠിരൻ ചോദിക്കും, മാതാവേ എന്താണ് സത്യം പറയാൻ പറയും. അപ്പം കർണൻ പറയും,
ഇതും ഇത് പറയരുതും ഈ സത്യത്തെ കാലത്തിൻ്റെ കിടങ്ങിൽ താഴ്ത്തിയാലും ഇത് പറഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് യാതൊരുവിധ പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഞാൻ മൃത്യു വരിക്കാൻ വേണ്ടി പോവാണ്. സ്ഥാനവും അഭിമാനവും ഒക്കെ ഒരു മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു കോട്ടയാണ്. അതെല്ലാം വളരെ എളുപ്പം തന്നെ തകർന്നു പോകും. അതുകൊണ്ട് സ്വന്തം അഭിമാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അതുകൊണ്ട് പറയാതിരുന്നാലും എന്ന് പറയും. പക്ഷേ ഈ യുധിഷ്ഠിരൻ നിർബന്ധിച്ച് ചോദിക്കുമ്പം കുന്തിമാതാവ് പറയും, നിങ്ങളുടെ 5 പേരുടെയും ജ്യേഷ്ഠ സഹോദരനാണ് കർണൻ എന്ന് പറയും. കർണനെ എനിക്ക് ദുർവാസാവ് മഹർഷി ഒരു മന്ത്രം പറഞ്ഞു തന്നു. ആ മന്ത്രം പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കിട്ടിയ പുത്രനാണ് കർണൻ. സൂര്യഭഗവാനിൽ നിന്നും എനിക്ക് കിട്ടിയ പുത്രനാണ് കർണൻ എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഭീമനും നകുലനും സഹദേവനും യുധിഷ്ഠിരനും അർജുനനും എല്ലാവരും പറയും, ഇത്രയും തേജോമയനായ അവിടുത്തെ ആണല്ലോ ഞങ്ങൾ ശൂതപുത്രൻ എന്ന് വിളിച്ച് ഈ ജീവിതകാലം മുഴുവൻ അപമാനിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് അർജുനൻ കാല് പിടിച്ച് പറയും. അപ്പം കർണൻ പറയുവാണ്, ഞാൻ എന്നെ ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രിയ സഹോദര അർജുന എന്ന് പറയും. എങ്കിലും നീ വിഷമിക്കേണ്ടതില്ല, നീ ഉത്തമൻ തന്നെയാണെന്ന് പറയും. നിനക്ക് പക്ഷേ എന്നെ തോപ്പിക്കാൻ വേണ്ടി ചതി പ്രയോഗിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠനാണെന്ന് ഞാൻ എന്നെ തെളിയിച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ചിരിച്ചുകൊണ്ട് കർണൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാധമ്മ ഓടി വരുവാണ്, വളർത്തമ്മയായ രാധമ്മ വന്നിട്ട് പറയും, നിങ്ങൾ മുതലകളുടെ സന്താനത്തെയും ഭക്ഷിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മുതലകളെക്കാട്ടിലും ക്രൂരയായ സ്ത്രീയാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് കുന്തിയുടെ അടുത്ത് രാധമ്മ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കർണൻ പറയും, അരുത് രാധമ്മ, അങ്ങനെ പറയരുതും. അവിടുന്ന് തന്നെയാണ് എൻ്റെ മാതാവെങ്കിലും എനിക്ക് 2 മാതാക്കളുണ്ട്. ശ്രീകൃഷ്ണനെ പോലെ തന്നെ ഭഗവാനെ പോലെ തന്നെ എനിക്കും 2 മാതാക്കളുണ്ട്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളെന്ന് പറയും. അതുപോലെ അവിടുത്തേക്ക് എന്നെ ലഭിച്ചത് കുന്തി മാതാവ് എന്നെ പരിത്യജിച്ചത് കൊണ്ടല്ലേ എന്നും പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് രാധമ്മ കരഞ്ഞുകൊണ്ട് അടുത്തിരിക്കുവാണ്. അപ്പോൾ ആ സമയം വൈശാലി അവിടേക്ക് വരും. വൈശാലി കർണൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും വന്ന് കർണൻ്റെ അടുത്ത് കൂടി നിൽക്കുമ്പം കർണൻ ഏറ്റവും അവസാനം അർജുനനോടായിട്ട് പറയും, നീ നമ്മുടെ പുത്രനെ ധനുർവിദ്യ അഭ്യസിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് അർജുനൻ തല കുലുക്കും. അപ്പോൾ എല്ലാവരും കർണൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ കർണൻ മരിച്ചെന്നുള്ള വിവരം ദുര്യോധനൻ്റെ അടുത്ത് ശാല്യ മഹാരാജാവ് പറയും. അയാളായിരുന്നു കർണൻ്റെ രഥം ഓടിച്ചിരുന്ന സാരഥി. അപ്പം പുള്ളി പറയുമ്പോഴത്തേക്ക് ദുര്യോധനൻ പറയും, അത് നുണയാണ്, മിഥ്യാപ്രചരണം നടത്തിയാണ്. ദ്രോണാചാര്യരുടെ അടുത്ത് അശുദ്ധമാവും മരിച്ചുപോയെന്ന് പറഞ്ഞ പോലെ ഇതൊരു കള്ളം പറയുകയാണ്, സത്യമായിരിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ സ്ഥലത്തേക്ക് പോവുകയാണ്. എൻ്റെ മിത്രത്തെ ആർക്കും അങ്ങനെ വധിക്കാൻ സാധിക്കത്തില്ല, അവൻ അജയനാണ്, അവൻ ശക്തിശാലിയാണ്, അവനെ ആർക്കും തോപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദുര്യോധനൻ പോവുകയാണ്. അപ്പോൾ ദുര്യോധനൻ അങ്ങനെ ദുഃഖിച്ച് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കർണൻ മരിച്ചു പോകുന്നതാണ്. കർണൻ അവസാനമായിട്ട് ദുര്യോധനെ നോക്കുന്നതും കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ദുര്യോധനന് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് പാണ്ഡവരുടെ അടുത്ത്. കാരണം 99 സഹോദരന്മാരെ വധിച്ചിട്ട് പോലും ദുര്യോധനൻ അത്രയ്ക്ക് ദേഷ്യം തോന്നിയില്ല. കാരണം ദുര്യോധനൻ്റെ കൂടെ നിന്ന മിത്രധർമ്മം പാലിച്ച കർണനെ ഓർക്കുമ്പം ദുര്യോധനന് അത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദുര്യോധനൻ പറയും, ഞാൻ എൻ്റെ സഹോദരങ്ങളെ വധിച്ചതിന് പോലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കും, പക്ഷേ കർണനെ വധിച്ചതിന് അർജുന ഞാൻ നിന്നെ ഉറപ്പായിട്ടും വധിച്ചിരിക്കുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ യുധിഷ്ഠിരൻ്റെ കയ്യിൽ നിന്ന് വിറകെടുത്ത് കർണനെ ദഹിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ പാണ്ഡവർ തടയുമ്പം ദുര്യോധനൻ പറയും, നിങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്കാണ് കർണനിൽ അവകാശമുള്ളത്, എൻ്റെ മിത്രമായിരുന്നു കർണൻ എന്ന് പറയും. അങ്ങനെ ആ കർണൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ദുര്യോധനൻ ചെയ്യും. ഈ കഥയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു കർണൻ്റെ ദാനശീലത്തെക്കുറിച്ചും കർണൻ്റെ മഹത്വത്തെക്കുറിച്ചും പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് കർണനെക്കുറിച്ച് 1 വർഷത്തെ കഥ പറഞ്ഞാൽ പോലും തീരത്തില്ല, അതൊക്കെ വെറും ചുരുങ്ങിപ്പോകത്തേ ഉള്ളൂ. അപ്പം ഞാനിത് വളരെ ചുരുക്കി എളുപ്പത്തിൽ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ മഹാഭാരത കഥകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കഥകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഗുണപാഠങ്ങൾ നൽകുന്ന കഥയാണ്. കർണനെ പൂജിക്കാൻ വേണ്ടി അമ്പലങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഞാൻ കർണൻ്റെ ഒരു ആരാധകനായതുകൊണ്ട് ഞാൻ കർണന് വേണ്ടി ഒരു മന്ത്രം എഴുതി. ഇത് ഞാൻ ഇന്നും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിത് ഒന്നുകൂടെ പറയാം.
സൂര്യപുത്ര കർണഃ വിജേതനു സ്വയമേവം ലക്ഷ്യസ്ഥാനം ഭേദിതം സൂര്യകവച കുണ്ടല ദാനവീര മഹായോധ സർവശ്രേഷ്ഠ കർണഃ. ഇത് കർണന് വേണ്ടി ഉണ്ടാക്കിയ മന്ത്രമാണ്. ഈ മന്ത്രം പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മളുടെ ബുദ്ധി, ഏകാഗ്രതയും ശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിച്ച് നോക്കാവുന്നതാണ്. അപ്പം എൻ്റെ കഥ, ഞാൻ പറഞ്ഞ കഥയും അതുപോലെ മന്ത്രമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് വീഡിയോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ആൾ കൂട്ടുകാരുടെ ബൈ ബൈ.